അപ്പോൾ ഉണ്ണിമോൻ എന്തായാലും വണ്ടി തിരിക്കാൻ വേണ്ടി പോവാട്ടോ. വണ്ടി കാട്ടി കയറുമെന്നൊന്നും അറിയത്തില്ല. അവന് അത്യാവശ്യം സ്കില്ലായി വരുന്നുണ്ട് കേട്ടോ. ഏത് ദിശയിലേക്ക് തിരിക്കണം, എങ്ങനെ പോകണം എന്ന് അവൻ പഠിച്ചു വരുന്നുണ്ട്. ഓ ബ്രോ, നിങ്ങളെ പേര് சொல்லு ഫസ്റ്റ്. ഋഷി പശുപതി. അപ്പോൾ ഇത് എന്നാ ഊര്? പെണ്ണാടം ഊര് തന്നെ, മാവട്ടോ. ഇത് ഡിസ്ട്രിക്ട് വന്നിട്ട് പെണ്ണാടം അല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാൻ വൈഫും കൊച്ചും ഉണ്ട്. അപ്പോൾ മുന്നാടി നടന്നു പോകും ഉണ്ണിമോനെ. പിന്നെ ഉണ്ണിമോനും വൈഫും കൂടി ഊരെല്ലാം കാണണം എന്ന് പറഞ്ഞിട്ട്, ഇത് നമ്മുടെ അവിടുത്തെ കോളനി പോലെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ കുടിലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക. പെണ്ണേ എങ്ങനെയുണ്ട്? പോയി കുഞ്ഞ്. നീ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഇതൊക്കെ കാണണേ അല്ലേ? ഈ അക്കനെ ഞങ്ങൾ കുറച്ച് മുന്നേ അവിടെ നിന്ന് പരിചയപ്പെട്ടായിരുന്നു. അക്ക ഹായ് സൊല്ലി. അപ്പോൾ ഇവരെല്ലാം പരിചയപ്പെടാൻ വേണ്ടി വന്നോട്ടെ ഞങ്ങൾ. ഇവർ എന്താ വേല പണിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്നാണ്? அது எப்படி தானே செய்து கொண்டு இருக்கோம் இல்லையா? ஓ, உங்களுக்கும் இந்த வேலை இருக்குது? அப்படியா? இது ஒரு மாலைக்கு எவ்வளோ கிடைக்கும்? ஒரு மாலையை விற்றா 50 ரூபாய். 50 ரூபா. இது வெள்ளி போல இருக்குல்ல? வெள்ளி கொப்பி இல்லை, ஈய கொப்பி தான். வெள்ளி கொப்பி மாதிரி இருக்கும். அது டிசைன் போட்டு கலக்கிறது. அப்படியா? இது மாதிரி ஃபுல்லாக லெங்க்த்தில் கம்பி மணி கொத்து கட்டுறது. ஓ, அப்படி இல்லையா? உங்களை பேர் என்ன? உங்களை பேர்? எங்கள் பேர் ராஜன். ஒரு ஹாய் சொல்லி. கேரளாவில் நிறைய பேர் பார்க்கும். ஓகே, எல்லாமே பார்த்துட்டு வரேன். இதான் அம்மாக்கு இது மாதிரி. இது வேற மாதிரி இல்லையா? ருத்ராஷம் போல். ஓகே ஓகே. എല്ലാരും നിറച്ചിട്ടുണ്ട്. എല്ലാരും ഇത് இந்த வேலை இந்த வேலை பண்ணிക്കൊണ്ടിരിക്കും இல்லையா? 24 hours. ഓ, അപ്പോൾ നമ്മുടെ ബാക്കിൽ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ കുറേ പേരുണ്ട് നമ്മളെ ബാക്കിൽ. എല്ലാവരും ഹായ് സൊല്ലു. അപ്പോൾ നമ്മൾ ഓ, അത് വേറെ അല്ലേ? ഇതാ ഇത് ഇവിടുത്തെ ഊര് തലവര വീട് തന്നെ. അപ്പോൾ അതാ ഇത് പെരുസ വീടെല്ലാം വെച്ചിരിക്കല്ലേ? അപ്പടിയാ? ഏയ്, എങ്ങനെ പോണ് ബസ്സിലെല്ലാം? എங்கே പോണ്? ടാറ്റ സർ, ടാറ്റ, ബൈ ബൈ. ഇതൊക്കെ നോക്ക്, സെറ്റ് കേട്ടോ. ചെറിയ കുഞ്ഞു കുടിലുകളും കാര്യങ്ങളൊക്കെയാണ്. ഓ, ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കേട്ടോ. ഓക്കെ, അടുത്തടുത്ത് കുഞ്ഞു വീടുകൾ. ഇതെല്ലാവരും ഇവിടെ ഇരുന്നുണ്ടോ? എല്ലാവരും നമ്മളെ പുറകാലെ വരിക. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായവരും മനസ്സിലാവാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. உங்களை வீடு எங்கே? ஃபஸ்ட்டு அங்கே வரும் ஃபஸ்ட் இல்லையா? ஓ, அப்போ திரும்பி போகலாம். ഓക്കെ. ഈ പയ്യനാണ് ഇന്നലെ പിന്നെ രാത്രി വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഉങ്ക ഫ്രണ്ട് എങ്കെ അങ്ങ്. അപ്പോൾ ഈ കാണുന്നത് ശരിക്ക് കൊല്ലപ്പണി ചെയ്യുന്ന സ്ഥലമല്ല കേട്ടോ. ഇത് ഹിന്ദിക്കാരാണ്. നമ്മുടെ പെണ്ണടാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും ഒരു പാട്ടി കൂടെ റോഡ് സൈഡിൽ തന്നെ ഹിന്ദിക്കാർ ലൈവായിട്ട് കത്തി, കോടാലി, ചെറിയ കത്തി, വലിയ കത്തി, മരുവാളും അങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം വേണ്ടി ഉണ്ടാക്കാനുണ്ട് അവർ. ഇതേപോലെ ലൈവായിട്ട് പരിപാടി. ഇത് അവിടെ ചെറിയൊരു ഇലക്ട്രിക് മോട്ടറൊക്കെ വെച്ചിട്ട്, ആ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യുന്ന സോളാറിലാണ്. സോളാറിൽ നിന്ന് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുത്ത് അവിടുന്ന് മോട്ടർ വഴി അവിടെ തീ ഉണ്ടാക്കി അവിടുന്ന് ഇരുമ്പ് പഴിപ്പിച്ച്
ഇവർ അടിച്ചു നിവർത്തി ഇതേപോലെ വലിയ കത്തികളും ചെറിയ അരുവാളുകളും ഇങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആലയുണ്ട്. ഇവർക്കിവിടെ ഇതുണ്ട് കേട്ടോ, റോഡിൽ ഇരുന്നിട്ടാ പരിപാടി. അതൊക്കെ ഇവരിങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കത്തികളും ഇവർ ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ ശരിക്കും ഓരോ ആയുധങ്ങളും യാത്ര ചെയ്യാൻ. ചെറിയ കത്തിയുണ്ട്, വലിയ കത്തിയുണ്ട്. ബൊലോറയാണ് അവരെ മെയിൻ ആയുധം, വണ്ടി എന്ന് പറഞ്ഞാൽ. അതുപോലെ ടാക്ടറിലൊക്കെ വരുന്നതാണ്. എല്ലാം കൂടും കൂട്ടും എല്ലാം കൂടെ പെറുക്കി എല്ലാവരും ഉണ്ടാവും, മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടാവും. ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകളിൽ പോയിട്ട് ഇവർ റോഡ് സൈഡിലിരുന്ന് ഇതേപോലെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ വെയിലറിയാലോ, നല്ല വെയിലാണ്. ആ വെയിൽ കൊണ്ടായിരിക്കുന്നത്. അതുമല്ല റോട്ടിൽ നിന്നുള്ള ചൂട്, പിന്നെ ഇവരിത് ഊതിക്കാച്ചി ഉണ്ടാക്കാൻ നേരത്ത് ആ തീൻ്റെ നിന്നുള്ള ചൂട്, ഇതെല്ലാം അഭിമുഖീകരിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും മിഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ജോലിയാണ്, വലിയ വലിയ കമ്പനിയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവർ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ നാച്ചുറലായിട്ട് പണ്ട് ഈ എന്താ പറയുക, കൊല്ലൻ്റെ ആലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഇതാണ്. ഇപ്പോൾ കൊല്ലൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയത്തില്ല. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓരോ വാക്കുകൾക്കും ഓരോ സമയത്ത് പണ്ട് ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ വികലാംഗരെന്ന് പറയുന്നത് ഒരു പ്രശ്നമായിരുന്നു കോടതിയൊക്കെ. പിന്നെ അത് ഭിന്നശേഷിക്കാരായി. ഇപ്പോൾ ഡിസേബിൾഡ് പീപ്പിൾ എന്നേ പറയാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിഫറെൻ്റ്ലി പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ വാക്കുകൾക്കും ഓരോ സമയത്ത് ഓരോ പ്രസക്തിയുണ്ട്. എന്തായാലും ഇവർ ഈ ജോലി ചെയ്ത് എന്താ പറയുക, ഇതേപോലെ ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ ജീവിക്കുന്ന കേട്ടോ. ഇവർ ശരിക്കും രാജസ്ഥാൻകാരൊക്കെ ആണെന്ന് തോന്നുന്നു. ഇതേ വണ്ടി കാണാൻ വേണ്ടി അവിടെ നിന്ന് കോളനിയിലുള്ള ആൾക്കാരെല്ലാം, കോളനി അതൊരു ചെറിയൊരു കോളനി പോലെയാണ്. ചെക്കന്മാരും എല്ലാവരും വന്നു, കുറേ ചേച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം നോക്കിയിട്ട് അങ്ങ് പോയി. അപ്പോൾ ചെക്കന്മാർ കമ്പനം കറക്കൽ വേണ്ടാവും. എക്സ്പീരിയൻസ് ഭയങ്കര കേട്ടോ. ഉമ്മർ വ്യത്യസ്ത രീതിയിലാണ് താഴേക്ക് എറിഞ്ഞിട്ടും മുകളിലേക്ക് എറിഞ്ഞിട്ടും അടിപൊളിയായിട്ട് ഇതാ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ചെറിയ പയ്യന്മാരാ, 18, 20, പിന്നെ ചെറിയ 10 വയസ്സും 12 വയസ്സും ഒക്കെ ഉള്ള ചെറിയ പയ്യന്മാരാട്ടോ. അതൊക്കെ താഴെ ഇട്ടിട്ട് മുകളിലേക്ക് പിടിച്ച് കറക്കുന്നു. അതുണ്ടോ, അവൻ ഇതിനകത്ത് കുറച്ച് കളിക്കുന്നവനാട്ടോ, ഭയങ്കരവൻ. അപ്പോൾ എന്തായാലും നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കണ്ടു. വെറൈറ്റി ആയിരുന്നു രാവിലത്തെ കാഴ്ചകളൊക്കെ. ചെറിയ കുടിലുകൾ, അതായത് നമ്മളൊന്നും നാട്ടിൽ ശരിക്കും ഇപ്പോൾ ഇങ്ങനത്തെ കുടിലുകൾ വളരെ വളരെ അപൂർവമാണ്. പക്ഷേ ഇവിടെയൊക്കെ ധാരാളം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കതാണ്, ഇത് കുറവുണ്ട്, അത് കുറവുണ്ടെന്നും പറഞ്ഞ് പരാതി പറഞ്ഞ് നടക്കുന്നതിന് പകരം ഇവിടെയൊക്കെ വന്ന് ഉള്ളിലേക്ക് ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒന്ന് കാണണം. നേരത്തെ കണ്ടതുപോലെ ഒരു വീടാണോ ചോദിച്ചാൽ അല്ല, ഷെഡാണോ ചോദിച്ചാൽ അതുമല്ല, അങ്ങനത്തെ രീതിയിലൊക്കെ ജീവിക്കുന്നത്. ഇവരൊക്കെ അവിടെയുള്ള ആൾക്കാരാണ്. ഇവർക്കൊന്നും ഒരു പരാതിയുമില്ല, ഒരു പ്രശ്നവുമില്ല, സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരെയൊക്കെ കാണാനും ഇവരോടൊക്കെ കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാനും കിട്ടി. അത് വലിയൊരു സന്തോഷമായിരുന്നു. ഇനിയുള്ള ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ പോകുന്ന അവിടുന്ന് പെന്നണെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് പോണ്ടിച്ചേരിക്ക് പോകാൻ ചെന്നൈ റൂട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു ഈ വാട്ടർമെലനൊക്കെ തണ്ണിമത്തനൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടൊരു കാഴ്ച, ഇവിടെ പന്നികളെ വളർത്തുന്ന കേട്ടോ. ഇതൊക്കെ ആൾക്കാർ ഇവിടെ കൂടൊന്നും കെട്ടാതെ അഴിച്ചു വിട്ട് വളർത്തുന്നതാണ്. ഇതൊക്കെ നോക്കി എന്നാ സൈസാന്ന് നോക്കി, നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ ഇഷ്ടംപോലെ തിന്ന് കാരണം ഇതിൻ്റെ പരിസരത്ത് തന്നെ ഇവിടെ ഇഷ്ടംപോലെ തണ്ണിമത്തനും ഓറഞ്ചും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നാശാവുന്നൊക്കെ വലിച്ചെറിയും. അപ്പോൾ അവർ തിന്ന് കൊഴുത്ത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ വിശേഷങ്ങളും വണ്ടിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. ആൾക്കാർക്കൊക്കെ വണ്ടി കണ്ടു കഴിയുമ്പോൾ ഇങ്ങനത്തെ വണ്ടി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ നമ്പറൊക്കെ എടുത്തിട്ട് വിളിക്കുക, നിങ്ങളുടെ യാത്ര എന്നാ കഴിയുക എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണിമോനും കൂടെ എന്താ വെച്ചാൽ ഈ ക്യാപ്പിന് പോയിട്ട് ഒരു തണ്ണിമത്തം വാങ്ങുകയും ചെയ്തു. അതോടുകൂടി കരിമ്പ് തിന്നാനൊരു കൊതി. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് നല്ല കരിമ്പ് എടുത്തോളം പറഞ്ഞു അതിൻ്റെ ഓണർ. അപ്പോൾ അവിടെ പോയിട്ട് 2-3 കരിമ്പൊക്കെ പെറുക്കി. കരിമ്പ് നല്ല ചൂടത്ത് കരിമ്പ് തിന്നാൻ നല്ല രസമല്ലേ, കടിച്ച് മുറിച്ച് പല്ലിന് നല്ലതാണ്. തിന്നുമ്പോൾ അതിന് നല്ല മധുരമുള്ള വെള്ളമൊക്കെ കിട്ടുമ്പോൾ നല്ല രസമല്ലേ.
അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പുഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മളീ പോകുന്ന പോക്കിൽ ചെറിയ ചെറിയ ഊരുകളുണ്ട്, അതായത് ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ് ഈ ഗ്രാമങ്ങളൊക്കെ. ഈ റോഡ് സൈഡിൻ്റെ അപ്പുറത്തേക്ക് കൃഷിയിടങ്ങളാണ്. മെയിനായിട്ട് കൃഷിയിടമെന്ന് പറഞ്ഞാൽ കരിമ്പ്, അതുപോലെ ചെറിയ ഈ പശുവിന് കൊടുക്കുന്ന പുല്ല്, അങ്ങനത്തെ പുല്ലുകൾ, പിന്നെ ഗോതമ്പല്ല അതെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ചെറിയ കുടിലുണ്ടാവും, അതായത് ചെറിയ വീടുകൾ. ഇതൊന്നും നമുക്ക് ശരിക്കും കേരളത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്നതല്ലേ ഇങ്ങനത്തെ വീടുകളൊക്കെ. എവിടെയും കാണാൻ തന്നെ ഇല്ല കേട്ടോ. കുഞ്ഞു വീട്, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു റൂമും ചെറിയൊരു അടുക്കളയൊക്കെ ഉണ്ടാവുള്ളൂ. അടുക്കള എന്ന പേരൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത്രയും ഈ ചെറുതൊക്കെ കാണാൻ നമുക്ക് വളരെ മനോഹരമാണ്. ഇവരെ സംബന്ധിച്ച് അവിടെ ഉള്ളവർ അത് ആ ജീവിതമായിട്ട് ഒക്കെ ആയിട്ടുണ്ടാവും. അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടാവില്ലായിരിക്കും. മണൽ തേച്ചിട്ട് ഓലയാണ് മൊത്തം, ഓല ഇട്ടിട്ട് ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. അതെ അതെ അതെ. അപ്പോൾ ഇതിലെ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് മെല്ലെ മെല്ലെ എല്ലാം കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമാണ്. നമ്മുടെ വണ്ടി ആയതുകൊണ്ട് ഇതേപോലെ ആസ്വദിച്ച് പോകാൻ വേണ്ടി പറ്റും. കാറോ ജീപ്പോ മറ്റു വണ്ടികളൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക അവിടെ നിർത്തിയിട്ടൊന്ന് കണ്ടിട്ട് പോകേണ്ടി വരും. പക്ഷേ ഇത് നമുക്കിങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ട് പോകാനാണ്. ഇവക്കാണെങ്കിൽ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനത്തെ ചെറിയ ഓലപ്പരകളും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. അപ്പോൾ ഇവിടെയൊക്കെ അവർ ഒരു പരാതിയും കൂടാണ്. അതെ അതെ. മുള്ളുകമ്പികളായിരിക്കും, പക്ഷെ ഇവിടെയൊക്കെ മറ്റേ കുഞ്ഞ് കമ്പി കൊണ്ട് വേലിയില്ലേ, കമ്പുകളുണ്ട്. അതെ 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 അതെ. ഇത് ഈ കണ്ട ട്രാക്ടർ കണ്ടോ, അതിൻ്റെ വീല് നോക്കി. വലിയ ലോറിൻ്റെ 8 ടയറാണ്, 8 വീലാണ് അതിനിട്ടിരിക്കുന്നത് കേട്ടോ. 8 ടയറുകളാണ് വലിയ ലോറിൻ്റെ. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ കാട്ടി വെച്ചിരിക്കുന്നത് വെച്ചാൽ, നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ട്രാക്ടർ കാണുന്ന വലിയ 2 ടയറേ ബാക്കിൽ ഉണ്ടാവത്തുള്ളൂ, ഫ്രണ്ടിലൊന്നും ടയർ ഉണ്ടാകത്തില്ല. പിന്നെ എഞ്ചിൻ്റെ 4 ടയറുണ്ടാവും. ഇത് കരിമ്പ്, മെയിനായിട്ട് കരിമ്പ് ഒരു ലോറിയിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഹൈറ്റിൽ ഇതിനകത്ത് ലോഡ് കയറ്റും അവർ. അതിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ബാലൻസിങ് കുറച്ച് കൂടുതലായിരിക്കും. ഇവിടെ ഇതിലെ പോലുള്ള റോഡില്ലേ, അതായത് റോഡിൽ നിന്ന് ഇവർ കുറച്ച് പാടത്തേക്കൊക്കെ ഇറക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും, നല്ല ലോഡ് കയറ്റാം. അപ്പോൾ ഈ വണ്ടിക്ക് തന്നെ ഇത്രയും ഭാഗത്തിന് തന്നെ ഒരുപാട് വെയിറ്റ് ഉണ്ടാവും കേട്ടോ. 4 കിൻഡലാണെങ്കിലും വെയിറ്റ് ഉണ്ടാവും. ഇതും വലിക്കണം ട്രാക്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ലോഡ് കയറുന്ന കാണണം, എന്തിനായി ലോഡ് കയറാന്നറിയോ. അപ്പോൾ ഇങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നേരത്തെ ഒരു മുളങ്കാടൊക്കെ കണ്ടു. മുളങ്കാടെന്ന് പറഞ്ഞാൽ ഒരു മുള മാത്രം. പിന്നെയും തുറന്നു കൊണ്ടുപോയിരിക്കുക ഈ കാഴ്ചകൾ. ഓലയിട്ട പെരകളും ഓല കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മതിലുകളും. ഇന്നൊക്കെ പല സ്ഥലങ്ങളിലും മതിലിനെ ചൊല്ലി കച്ചറിയാണ്. അവിടുത്തെ മതിൽ നീണ്ടുപോയി, ഇവിടുത്തെ ചെറുതായി പോയി, വലുതായി പോയി, എൻ്റെ പറമ്പിൽ കയറി. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ, അത്രേ ഉള്ളൂ. ഇപ്പോൾ പോയ വണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആ ട്രാക്ടർ കേട്ടോ. 8 വീലുള്ള 8 ടയറുള്ള ട്രാക്ടർ. ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഒരു തണ്ണിമത്തം വാങ്ങിയായിരുന്നു. മഞ്ഞ കളറുള്ള തണ്ണിമത്തനാണ്. പക്ഷേ ഇത് മുറിച്ചപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് കത്തി കയറ്റി ഒന്ന് വെറുതെ ഒന്ന് വലിച്ചപ്പോഴത്തേനും വിണ്ട് ഇങ്ങനെ വരിക. കാരണം അത്ര ഫ്രഷായിരുന്നു സാധനം, അത്ര ടൈറ്റായിരുന്നു. വെള്ളമൊക്കെ അതിനുള്ളിൽ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് മുറിഞ്ഞൊക്കെ വന്നത്. നല്ല ടൈറ്റായിരുന്നു. മധുരവും വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാൽ നമ്മൾ നോർമൽ തണ്ണിമത്തൻ്റെ അത്രയും മധുരം എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ ഇത് ഇച്ചിരി പഴുക്കാനുള്ളത് കൊണ്ടായിരിക്കുമോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും പൊട്ടിച്ച് നോക്കിയപ്പോൾ ആദ്യമായിട്ടായിരുന്നു മഞ്ഞ, അല്ലേ? നമ്മൾ ആദ്യമായിട്ടല്ലേ മഞ്ഞ കഴിക്കുന്നത്? അതിൻ്റെ കുരുകളൊക്കെ ശരിക്കും ഡാർക്ക് ബ്ലാക്ക്, ശരിക്കും അത്രയും ഡാർക്ക് ബ്ലാക്ക്. എന്തായാലും കാണാനും ഭംഗിയുണ്ട്, കഴിച്ചപ്പോൾ ടേസ്റ്റും ഉണ്ട് കേട്ടോ. പഴയതിൻ്റെ അത്രയും, അതായത് നോർമൽ തണ്ണിമത്തത്തിൻ്റെ അത്രയും ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം എന്താണെന്ന് അറിയില്ല. എന്തായാലും സാധനം ഫ്രഷ് ആയിരുന്നതുകൊണ്ടാണ് കത്തിയും കൊണ്ട് കീറുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ ഊറി വരുന്നത്. നല്ല വെള്ളമുണ്ട് അതിനകത്ത്. പിന്നെ ഒരു പൊടി ഫീൽ ചെയ്തിട്ടോ, മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു പൊടി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ചുമ്മാ റൗണ്ടിലൊന്ന് എന്താ പറയുക, റൗണ്ടിൽ കീറിയതിന് ശേഷം താഴെ തോലെല്ലാം അങ്ങനെ റൗണ്ടിലെടുത്ത് കളയുക. എന്നിട്ട് അത് അങ്ങനെ തിന്നാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല.
എന്തായാലും ഈ തണ്ണിമത്തൻ ഒരു വെറൈറ്റി ആയിരുന്നു, ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു. നല്ല ചൂടല്ലേ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ അടിപൊളി ചൂടാണ്. പൊടിയുണ്ട്, മധുരം കുറഞ്ഞു പോയി. എന്തായാലും അതെ അതെ മുറിയത്തില്ല. ഒരു വെറൈറ്റി ബത്തക്ക അങ്ങനെ സാധാ തണ്ണിമത്തൻ്റെ ടേസ്റ്റ്. മഞ്ഞ കളറിനേ ഉള്ളൂ സാധാ തണ്ണിമത്തൻ്റെ ടേസ്റ്റ്. മധുരം എങ്ങനെയുണ്ട്, കൂടുതലുണ്ടോ കുറവാണോ? മധുരം നല്ല പോലെ ഉണ്ട്, ഉണ്ടോ? നല്ല ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളാർ നദിയുടെ അല്ലെങ്കിൽ റിവറിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കി കാണാം, ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ അടുത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് നേരെ ക്രോസ് ചെയ്താൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയുടെ അപ്പുറ സൈഡ് എന്ന് പറഞ്ഞാൽ കരയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. കുറച്ച് ഉള്ളിലേക്കാണത്. ഇവിടെ നിന്ന് നമ്മൾ ചെന്നൈ റൂട്ടിലേക്കാണ്, പൊന്നിശ്ശേരി വഴി ചെന്നൈ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതേ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നിർത്തിയിട്ടാൽ അപ്പം നമ്മൾ സോളാർ പൊന്തിച്ച് നോക്കും, അതാണ് നമ്മുടെ ഒരു ശീലം. അപ്പോൾ വണ്ടി ഇതാ റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിട്ട്, ഇത് പിന്നെ വലിയ ഹൈവേ ഒന്നുമല്ല, ചെറിയ ഉള്ളിലേക്കുള്ള റോഡാണ്. അതായത് നേരത്തെ കണ്ടതുപോലെ ഓരോ ചെറിയ അതെ അല്ലേ. എന്താ പരിപാടി? അതെയോ? എന്താ ഇന്ന് ചോറിന് കൂട്ടാൻ? എനിക്ക് പണി കിട്ടിയ മാതിരിയായി. അതെ അല്ലേ. ആ മുട്ടയിൽ ഫുള്ള് മുളക് ഉണ്ടായി വെച്ചിട്ട് മുളക് ഇടുന്ന ഓക്കെ അപ്പം പോലെ ആക്കാതെ ഫുള്ള് കുത്തി ഇറക്കിയിട്ട് എല്ലാം എടുത്ത് മുളക്. ഓ അത് ശരി. അതെനിക്ക് പറ്റി മാറ്റണം. ഇതൊന്നും കുഴപ്പമില്ല. അതെയോ? അപ്പോൾ അതൊരു പ്രശ്നമായി മാറിയല്ലേ. എന്നാ പിന്നെ നമുക്ക് അടുത്തതിന് പരിഹരിക്കാതെ. പെണ്ണേ, എന്താണ് ചോറിനാണുള്ള പരിപാടിയാ? ഇപ്പം അധികം കുക്കിംഗ് ആണല്ലോ. അതെ അല്ലേ. അപ്പോൾ ഇതാ പെണ്ണ് ഇതാ അച്ചാറ്, അതുപോലെ മുട്ട ഫ്രൈ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കൊത്തി അരിഞ്ഞിട്ടെല്ലാം കൂടി. പിന്നെ അവിടുന്ന് കരിമ്പ് കിട്ടിയായിരുന്നു, നേരത്തെ കണ്ടല്ലോ. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ട്. ഇത് വൈഫ് വീട്ടിൽ പോയപ്പോൾ വന്നപ്പോൾ അച്ചാറൊക്കെ ഉണ്ടെന്നാണ് അമ്മ കൊടുത്തിട്ടാണ്. അതെ അല്ലേ. അപ്പോൾ നമുക്ക് ചോറ് പോവാല്ലേ? എന്താ ഭയങ്കര ക്ഷീണമുണ്ടോ? ക്ഷീണമൊന്നുമില്ലല്ലോ. നല്ല വെയിലുണ്ടല്ലേ, നല്ല ഹെവി വെയിൽ, അടിപൊളി ചൂടാട്ടോ. നിങ്ങൾക്ക് റോഡിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, നല്ല ചൂടാണ്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്കും വലിയ കുഴപ്പമില്ല, പക്ഷേ അവർക്ക് ചൂടൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഈ കരയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിക്കും അധികവും ഇത് കണ്ടോ, ഇത് പശുവിന് കൊടുക്കുന്ന പുല്ലാണേ. ഇതുപോലെ കരിമ്പ് കൃഷിയാണ് അധികം ഇവിടെ ഉള്ളത്. കരിമ്പ്, നെല്ല്, പിന്നെ ചോളം. ഇപ്പുറത്ത് പിന്നെ ഇത് കണ്ടോ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ ഇത്രയും വലുപ്പമായതിനു ശേഷം വെട്ടിയിട്ട് ഇതെല്ലാം കൂടെ ലോറിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണാം. കൺസ്ട്രക്ഷൻ വർക്കിനാവും. ഇത് നിരവധി ഉണ്ട് കൃഷി പോലെ, അത് അവിടെയൊക്കെ കണ്ടോ, നിരവധി ഉണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ മറ്റൊരു കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും കൃഷിയാണോ, പുൽകൃഷി മാത്രമല്ല, ഇത് കണ്ടോ പുളിയുണ്ടോ, വാളംപുളി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇത് നിറച്ചാതെ വേണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ചോറൊക്കെ തിന്നിട്ട് അടുത്ത ഇന്ന് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പകർത്തി നിങ്ങൾ മുന്നിലേക്ക് തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഉണ്ണിമോൻ എന്തായാലും വണ്ടി തിരിക്കാൻ വേണ്ടി പോവാം കേട്ടോ. വണ്ടി കാട്ടി കയറുമെന്നൊന്നും അറിയത്തില്ല. അവന് അത്യാവശ്യം സ്കില്ലായി വരുന്നുണ്ട് കേട്ടോ. ഏത് ദിശയിലേക്ക് തിരിക്കണം, എങ്ങനെ പോകണമെന്ന് അവൻ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ റോഡ് ഇവിടെ പിന്നെ അധികം തിരക്കില്ല കേട്ടോ, അങ്ങനെ വലിയ തിരക്കില്ല, എന്നാൽ തിരക്കുണ്ട് താനും. അപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി പോയതിന് ശേഷം അവൻ വണ്ടി എടുക്കുള്ളൂ. അവൻ നോക്കി നിൽക്കുക വണ്ടി ഗ്യാപ്പ് ഉണ്ടോയെന്ന്. അതെ, അവിടെ നിന്ന് വണ്ടിയൊന്നുമില്ല കണ്ടോ. അവൻ തിരിച്ച പാട് റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കിയതാണ്ടോ. വൈഫ് പിന്നെ തിരിക്കാനും റോഡിൽ കൂടി തിരിക്കാനൊന്നും പാകമായിട്ടില്ല കേട്ടോ. അതിനുള്ള സ്കില്ലായി വരുന്നുള്ളൂ. ഇച്ചിരി ധൈര്യക്കുറവുണ്ട്. അപ്പോൾ അത് വഴിയാലെ വന്നോളൂ.
ഇതേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വലിയ വീലുള്ള ട്രാക്ടർ. ഇതിനാണ് അവർ അത്രയും വലിയ വീലിടുന്നത് കേട്ടോ. ഇതാണ്ട് ഇത്രയും വലിയ ലോഡുമായിട്ടാണ് ആ ട്രാക്ടർ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ട്രാക്ടറിൽ ഇത്രയും വീലൊക്കെ വെച്ചിരിക്കുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ചിലപ്പോൾ ഇതിന് പെർമിഷൻ വാങ്ങിയിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. ഇവിടെ പെർമിഷനൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അവർ ഇതേപോലെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ നാട്ടിലും പെർമിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കും കേട്ടോ. പെർമിഷൻ ഇല്ലാതെ പരിപാടി നടക്കില്ല എന്നുള്ളൂ. ഇവിടെ പിന്നെ കുറേയൊക്കെ നിയമങ്ങളുണ്ട്, ശക്തമായ നിയമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അധികവും നിയമങ്ങൾ പാലിക്കാത്ത ആൾക്കാരെയാണ് അധികം കാണുന്നത്. ഹെൽമെറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് നിയമങ്ങളുള്ളത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള, കേരളത്തിന് മാത്രമല്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഹെൽമെറ്റ് ഇടുന്നത് തന്നെ അപൂർവ കാഴ്ചകളാണ്. ഇതേ ഇവിടെ എന്താ ആ പുല്ലെന്താ, ആ പുല്ലിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഓരോ സാധനങ്ങൾ യാത്ര ചെയ്യാൻ നേരത്തെ എന്തെല്ലാം മറന്നു പോകുന്നതെന്നറിയോ? നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും യാത്രയിൽ മറന്നു പോകുന്നുള്ള കാര്യം അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ചേച്ചിമാർ എന്തൊക്കെയോ നട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതന്നെ അതെ, നമ്മുടെ എന്താണ് തമിഴിലെന്താ പറയുക, പ്രയാണം എന്നല്ലേ, പ്രയാണം തോന്നുന്നു. ആ ചേട്ടനെ കൊണ്ട് ഇടിക്കല്ലേ? അപ്പോൾ വണ്ടി റൈറ്റ് സൈഡിലേക്ക് ഓടിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ വണ്ടി അതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കയറ്റണം. അതെ, അപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമോൻ ഇങ്ങനെ ഏകദേശമൊക്കെ പഠിച്ചോട്ടോ. അവൻ തന്നെ റോഡിൽ നിന്ന് പറഞ്ഞ പോലെ തിരിക്കുകയൊക്കെ ചെയ്യേ, അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് തിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനും ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ണ് റോഡിൽ തന്നെ ആയിരിക്കും. ഇവർക്ക് കുറച്ച് പേടി കൂടുതലാണ്. എന്നാലും ആൾക്കാരോട് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അവർ കുറേ പേര് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്ത് വെച്ചിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രേനെക്കുറിച്ചും പല ആൾക്കാരും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. യാത്ര ഇവർ ഇഷ്ടപ്പെടുന്നില്ല, ഇവരെ നിർബന്ധിച്ചിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെയോ ഞാൻ നിർബന്ധിച്ച് കൊണ്ട് നടക്കുന്നതാണോ നിങ്ങൾ? ഇന്ന് രാവിലെ കൂടെ പറഞ്ഞോളൂ, ഈ യാത്ര ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു അല്ലേ ഉണ്ണി? അതെ, ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നിനക്ക് പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നീ നന്നായിട്ട് എൻജോയ് ചെയ്യൂ. അപ്പോൾ ഉണ്ണിമോനും എൻജോയ് ചെയ്യുന്നുണ്ട്, വൈഫാണെങ്കിലും അതിനെക്കാട്ടും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു കുടുംബം എന്ന നിലയിൽ ഒരു ഫാമിലി ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ എന്താ ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാരാളം സമയം കിട്ടുന്നു ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യാൻ, ഒന്നിച്ചിരിക്കാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും അല്ലേ? അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഉണ്ണിമോൻ വണ്ടി അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. പെണ്ണ് പിന്നെ മോഹൻലാലിന് പഠിക്കല്ല, അവള് അങ്ങനെയാണ്, വണ്ടിയിലൊന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഇപ്പുറ സൈഡിൽ ഇരിക്കുവാണെങ്കിൽ അവൾ കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ. കറക്റ്റായിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് ഓടിക്കും, ഒറ്റയ്ക്ക് ഓടിക്കുവേ. ആ ചേട്ടൻ നോക്കാണ്ട് വരുന്നേ. സൈക്കിളിലൊരു പ്രായമുള്ള ഒരു ചേട്ടൻ തെക്കോട്ട് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോണേ, ഒന്നും പറ്റാതെ തിരിച്ച് വീട്ടിലെത്തണമെങ്കിൽ. നമ്മൾ വിചാരിക്കും മുമ്പിലൊന്നും വണ്ടിയില്ല, അതിലേ പോയിക്കൊള്ളുന്നു. പക്ഷെ അതിന്റെ എതിർവശായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, അതെ അതെ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വണ്ടി ഓടിച്ച് ഒരു പയ്യെ വണ്ടി ഓടിച്ച് കള്ളൊക്കെ കുടിച്ചിട്ട് ഒരു ലെവലല്ലായിരുന്നു. വന്ന് വേറൊരു ഒരു ചേട്ടനെ പോയിട്ട്, അത് ഡെയിലി എന്തോ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്, ആ ചേട്ടനെ കൊണ്ടുപോയി ഇടിച്ച് മറിച്ച് വീഴ്ചയിട്ട് ആ ചേട്ടൻ്റെ തലയെല്ലാം പൊട്ടി. അപ്പോൾ നന്നായിട്ട് എത്രയോ ശ്രദ്ധിക്കണം നമ്മൾ ഒന്ന് മര്യാദയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് കാശ്മീർ വരെ എത്താനുള്ള. അപ്പോൾ 10 കണ്ണും എന്താ പറയുക ചുറ്റിനും വേണം. സൈഡിൽ വണ്ടി വരുന്നുണ്ടോ, റൈറ്റ് സൈഡിലുണ്ടോ ലെഫ്റ്റ് സൈഡിലുണ്ടോ നേരെ മുന്നോട്ടുണ്ടോ ഒക്കെ നോക്കണം.
അതെ പിന്നെ നമ്മള് കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല അല്ലേ? നമുക്ക് റൈറ്റ് സൈഡ് കൂടിയിട്ട് പോവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് മെല്ലെ പോയി കഴിഞ്ഞാൽ അപകടങ്ങൾ മാക്സിമം കുറയ്ക്കാം. പിന്നെ ഇങ്ങോട്ട് വന്ന് കയറുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ ഇപ്പൊ വീഡിയോയിലെ ഇപ്പൊ പലവരും പറയുന്നുണ്ടാവും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ടാണല്ലോടാ ഓടിപ്പിക്കുന്നതെന്ന്. ഇത് സൈക്കിളല്ലേ, ആർക്കും ഓടിക്കാമല്ലോ. കുഞ്ഞിനും ഓടിക്കാം, എനിക്ക് ഓടിക്കാം, വൈഫിനും ഓടിക്കാം. എത്ര പേടിയായിരുന്നു. ഞാൻ സൈക്കിളൊന്നും തൊടാനേ സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് ഇതില് ഒട്ടും പേടിയില്ല. ഇപ്പൊ ആദ്യം പേടിയായിരുന്നു, ഞാൻ കയറി ഇരിക്കാൻ വരെ പേടിയായിരുന്നു. നിന്റെ തല പോയി. ഇച്ചിരി മുകളിലേക്ക് ക്യാമറ പിടിച്ചു നോക്കും. അതാ ലോറിക്കാരൻ മറിക്കും. ലോറിക്കാരൻ മുമ്പില് നമ്മളെ കുത്തി ഓടിക്കുന്നവരത്തിന് ഉണ്ടോ പറമ്പ് നിറച്ച്. ഇതാ ഇവിടം വരെയുണ്ട് ഒരു പറമ്പ് നിറച്ച് മയിൽ. ഒരു പക്ഷേ ഉണ്ണിക്കുട്ടൻ എന്തായാലും ഒച്ച ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് പീലിങ്ങനെ വിരിക്കുന്നതൊക്കെ കാണാം. ഒന്ന് ഇങ്ങനെ അടുത്തൊക്കെ പോയിട്ടേ മുന്നോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ അതും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കി. ഉണ്ണിമോൻ ആ ഒച്ച ഉണ്ടാക്കുമ്പോൾ എല്ലാം തല പൊന്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒച്ച ഉണ്ടാക്കണ. നമുക്ക് അതിനൊന്ന് ഓടിച്ചാലോ പറക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിച്ചു. ഇപ്പോൾ ഇത് എന്താണ് കരുവേപ്പിലംകുറിച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലം കേട്ടോ. വലിയ പേരാണ്. സെല്ല് അതെ നയാറ പമ്പിലാണ് കേട്ടോ. നയാറ പമ്പിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത് ബ്രോ എന്നാ ഡിസ്ട്രിക്ട് എന്നത്? കടലൂർ അല്ലേ? அந்த സിറ്റിൻ്റെ പേരൊന്നും சொல்லி? கடலூர். இந்த സിറ്റി പേര് കരൂപുകുച്ചി പേരലൂർ. ഓക്കെ പേരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഇവിടെ വണ്ടിയൊക്കെ സൈഡാക്കി. ഈ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടനൊക്കെ നമ്മളെ നേരത്തെ വന്ന് കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് വീട്ടിൽ പോയിട്ട് അവരെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്നു നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അവിടെ ഒരു ബ്രോ ഉണ്ട്. ആ ബ്രോയിനെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ബന്ധപ്പാടിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപാട് നമുക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കി തന്നത്, അതായത് വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ തന്നത്. അണ്ണാ വണക്കം, നിങ്ങളെ പേര് ചൊല്ലി? വെറൈറ്റി പേര്. അപ്പോൾ എന്താ ബ്രോ, ഇവരാണ് നമുക്കിവിടെ വണ്ടിയൊക്കെ ഇട്ടോളാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബ്രോൻ്റെ പേരെങ്ങനെ? ഓ പയ്യ ഉന്നട പേര് പറ. സാഗിദ്. 2 പേര് വേറെ ഉള്ളുണ്ട് കേട്ടോ. ഒരു ചെറിയ കൊച്ചുണ്ട്. ഓ ഒരു കുഞ്ഞു വാവയുണ്ട്. കുഞ്ഞു വാവയുടെ പേരെന്താ? സാജിന. ഇതാ സിയാന. അപ്പോൾ ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്രയൊക്കെ? ഒന്ന് നന്നായിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? അതെ, കോലം കണ്ടാൽ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്, നന്നായിട്ട് കുളിക്കാൻ തോന്നുന്നുണ്ട്.